ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു പിക്കാച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കരിയറിൽ ഇപ്പോഴത്തെ എനർജി എന്താണ്, ആ എനർജിയിലൂടെ നിങ്ങൾ എങ്ങനെ നാവിഗേറ്റ് ചെയ്യണം, അതിൻ്റെ ഗൈഡൻസ് നമ്മൾ അവിടെ തരുന്നുണ്ട്. ഇനി അടുത്ത 3 മാസം എങ്ങനെയായിരിക്കും നിങ്ങളുടെ കരിയറിലെ ഒരു എനർജി എങ്ങനെയായിരിക്കും, അതിലൂടെ നാവിഗേറ്റ് ചെയ്യാനുള്ള നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ റീഡിങ്ങിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഈ റീഡിങ്ങിൽ നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന 3 പൂക്കളിൽ ഏതെങ്കിലും ഒന്ന് ഇൻറ്റ്യൂട്ടീവ്ലി ചൂസ് ചെയ്തുകൊണ്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. എപ്പോഴും പറയുന്ന പോലെ ഇൻറ്റ്യൂട്ടീവ്ലി വേണം തിരഞ്ഞെടുക്കാൻ. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ കണക്ട് ചെയ്യുന്ന മെസ്സേജസ് കിട്ടുന്നില്ലെങ്കിൽ, വിച്ച് മീൻസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ആ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ അത്ര സ്ട്രോങ് അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആ സമയം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂണിവേഴ്സിനോട് ഹെൽപ്പ് ചോദിക്കാം. ഇതിലേത് ഗ്രൂപ്പാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിന് ഒരു ഏഞ്ചൽ നമ്പർ അസൈൻ ചെയ്യുക, സെക്കൻഡ് ഗ്രൂപ്പിന് ഒരു ഏഞ്ചൽ നമ്പർ അസൈൻ ചെയ്യുക, തേർഡ് ഗ്രൂപ്പിന് ഒരു ഏഞ്ചൽ നമ്പർ അസൈൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം, ഈ റീഡിങ്ങിൽ ഇതിലെ ഏത് ഗ്രൂപ്പിലാണ് എനിക്കുള്ള ഗൈഡൻസും എനിക്കുള്ള ക്ലാരിറ്റിയും ഉള്ളത്, ആ ഗ്രൂപ്പ് കാണിച്ചു തരണം. ഈ പറയുന്ന ഏഞ്ചൽ നമ്പേഴ്സ് വെച്ചുകൊണ്ട് കാണിച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സുമായിട്ട് ഒരു സ്പെസിഫിക് ടൈം ഫ്രെയിം വെക്കുക. 12 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 24 അവേഴ്സിനുള്ളിൽ എന്ന് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് അങ്ങനെ, അപ്പോൾ യൂണിവേഴ്സ് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതും പ്രകാരം കാണുമ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ട ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പലപ്പോഴും നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി എന്ന് വിചാരിച്ച് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഗ്രൂപ്പ് ആയിരിക്കണം എന്നില്ല. എല്ലാവരുടെയും ഇൻറ്റ്യൂഷൻ ഒരുപോലെ സ്ട്രോങ്ങും ആയിരിക്കില്ല. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എത്രത്തോളം ആ ഒരു സ്പിരിച്വൽ സൈഡിലേക്ക് അലൈൻഡ് ആണ്, എത്രത്തോളം നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് ആ ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് നമ്മൾ എഫേർട്സ് എടുക്കുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മുടെ ഇൻറ്റ്യൂട്ടീവ് പവേഴ്സും സൈക്കിക് എബിലിറ്റീസും ഒക്കെ കൂടുതൽ സ്ട്രോങ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നൊക്കെ തോന്നി, അതുകൊണ്ടാണ് ഞാനത് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണ് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് കേട്ടതിന് ശേഷം ഏത് മെസ്സേജാണോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങളുടെ കറണ്ട് എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്, ആ സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കാം. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പൂവാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, ഞാൻ തമ്മിലത്തെ പിക്ചർ എന്ന് പറയാൻ പോവാണ്. അപ്പോഴേ പിന്നെ പിക്കപ്പായാലും പിക്കച്ചാമിലത്തെയും പറയുന്ന രീതികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില സമയത്ത് മാറിപ്പോവാം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നമ്മൾ എങ്ങനെ റീഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കരിയറിൽ എന്താണ് സംഭവിക്കുന്നത്, എന്ത് എനർജിയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുക. ഓക്കെ, അപ്പോൾ അവിടെ അത് കണക്ട് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കണം കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക, ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് വെച്ച് ബ്ലൈൻഡ്ലി അത് കേൾക്കില്ല. നിങ്ങൾ നോക്കുക, അത് കണക്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ സിറ്റുവേഷനോട് അതിന് ഒരു സാമ്യമുണ്ടോ, അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഈ കറണ്ട് എനർജിയുമായിട്ട് ചേർന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ബ്ലൈൻഡ്ലി നിങ്ങൾ ഏതെങ്കിലും ഒരു റീഡിങ്, ഏതെങ്കിലും ഒരു ഫയൽ കേട്ടിട്ട് കണക്ട് ആവുന്നില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഗൈഡൻസ് ഫോളോ ചെയ്യണം. പറയുന്ന ഗൈഡൻസ് ഫോളോ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ വരുള്ളൂ. ഗൈഡൻസ് ഒന്നും ഫോളോ ചെയ്യാതെ മാറ്റം വരണം എന്ന് പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ കാത്തിരുന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും വരില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ കരിയറിൽ ഇപ്പോഴത്തെ എനർജി എന്താണ്, ഇപ്പം എന്താണ് നിങ്ങളുടെ കരിയറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ കരിയർ, അവരുടെ പ്രൊഫഷനിൽ ഇപ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇപ്പോഴത്തെ ഒരു എനർജി. വളരെ നല്ലൊരു എനർജിയാണല്ലോ കിട്ടുന്നത്. നിങ്ങൾക്ക് വല്ല ഒരു പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായൊരു സക്സസ് കിട്ടിയിട്ടുണ്ടോ, അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, കറണ്ട് എനർജി അങ്ങനെയാണ്. ക്ലാരിഫൈ ദ 8 of Cups. Definitely. Clarify the Ace of Swords. Clarify the Queen of Coins. Clarify the 2 of Coins. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കരിയറിൽ കറൻ്റ്ലി ഇപ്പോൾ ഒരു അലൈൻമെൻറ്റ് നടക്കുന്നുണ്ട്. അലൈൻമെൻറ്റ് ഇൻ ദ സെൻസ്, നിങ്ങൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ കരിയറിൽ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു മാറ്റം സംഭവിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ഓക്കെ,
നിങ്ങൾ വളരെ ഒരു ഹാപ്പി, ഒരു സാറ്റിസ്ഫൈഡ് എനർജിയിലാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ഹെൽത്തി വർക്ക് എൻവയോൺമെന്റ് കാണുന്നു, നിങ്ങളുടെ കൊളീഗ്സ് വളരെ സപ്പോർട്ടീവായിട്ട് കാണുന്നു, ഒരു പോസിറ്റീവ് എനർജി അത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു പോസിറ്റിവിറ്റി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ്, അതായത് നിങ്ങളുടെ ജോലിയൊക്കെ നിങ്ങൾക്ക് കൃത്യമായി ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയൊരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ പുതിയൊരു റെസ്പോൺസിബിലിറ്റിയോ ടാസ്കോ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് തന്നെ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു എന്താ പറയുക, ആത്മവിശ്വാസം നിങ്ങൾക്ക് മാത്രമല്ല, എന്തൊക്കെ കരിയറിൽ സംഭവിച്ചാലും, ഇനി മൂവിങ് ഫോർവേഡ് എന്ത് സംഭവിച്ചാലും അതെനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനത്തെ ഒരു ധൈര്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, ആ മനസ്സിന് അത്രയും ഒരു ധൈര്യം വന്നിട്ടുണ്ട്, ആ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ റീസെൻ്റ്ലി നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളൊരു ജോബ് ചേഞ്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജോബ്, ഓക്കെ, അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുക, നിങ്ങൾ അതിന് അപ്ലൈ ചെയ്ത ഇൻ്റർവ്യൂ നടന്ന് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ജോലി ലഭിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു, കുറച്ച് നിങ്ങളെ ഒരു ഡിസപ്പോയിൻറ്റഡ് ആക്കിയ, നിങ്ങൾക്ക് നിരാശ തന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്തതായിട്ടാണ് കാണുന്നത്. ഒരു ബ്രേക്ക് ത്രൂ, ഒരു വലിയ നേട്ടം നിങ്ങളുടെ പ്രത്യേകിച്ച് ഒരു സ്റ്റെബിലിറ്റി, നിങ്ങളുടെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന, ഒരു സെക്യൂരിറ്റി കൊണ്ടുവരുന്ന ഒരു മാറ്റം, ഒരു പുതിയ എനർജി കടന്നു വന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, കൂടുതൽ അപ്പോൾ നിങ്ങൾക്കൊരു വളരെ ഒരു ശുഭാപ്തി വിശ്വാസമാണ്. ഇപ്പോൾ നിങ്ങളുടെ കരിയർ മുന്നോട്ട് പോകുന്തോറും നല്ല രീതിയിലാകും എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം സ്വയം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു മാറ്റം കൊണ്ട്. ഓക്കെ, ആ ഒരു സ്റ്റാഗ്നൻസി, ആ ഒരു ടെൻഷൻ ഒക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ആൻഷ്യസ് ആയിരുന്നു, കുറച്ചൊന്ന് ടെൻസ്ഡ് ആയിരുന്നു, പക്ഷെ അതൊക്കെ ഒന്ന് വിട്ടുപോയി നിങ്ങളൊന്ന് കുറച്ച് എന്താ പറയുക, ഇനി അങ്ങോട്ട് നല്ലതായിരിക്കും, അങ്ങനത്തെ ഒരു ചിന്തയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അത്തരത്തിലുള്ള നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ എനർജി എങ്ങനെയായിരിക്കണം എന്നുള്ളത്, നിങ്ങൾ എങ്ങനെയാണ് ഇതിലൂടെ നാവിഗേറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഗ്രൂപ്പ് 1-ന്റെ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ കരിയറിലെ കറണ്ട് എനർജി, കരിയറിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എങ്ങനെ ഇതിലൂടെയാണ് ഗ്രൂപ്പ് 1 നാവിഗേറ്റ് ചെയ്യേണ്ടത്, അവർക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങളോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ അവസാനിച്ചിട്ടുണ്ട്, ചില എൻഡിങ്സ് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ നിരാശ തരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കത് കുറച്ച് വിഷമം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞു പോയി എന്ന സത്യം നിങ്ങൾ അംഗീകരിക്കുക. അവസാനിച്ചു. ഓക്കെ, അതിലേക്ക് ഇനി നിങ്ങൾ തിരിഞ്ഞു നോക്കാതിരിക്കുക. പിന്നെ നിങ്ങളോട് പറയുന്നു, കൃത്യമായ ബൗണ്ടറി വെക്കുക. ഇൻഡിപെൻഡൻ്റ് ആയി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയി തന്നെ ചെയ്യുക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ സ്കിൽസിലൊക്കെ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യുക. നിങ്ങളത് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, അനാവശ്യമായിട്ടുള്ള ഡിപ്പെൻഡൻസി ഒഴിവാക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ആ ഒരു വിശ്വാസം വേണം, ഒരു ധൈര്യം വേണം. പ്രത്യേകിച്ച് പുതിയ പുതിയ ടാസ്കുകൾ ചിലപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്തായിരിക്കാം, പക്ഷെ നിങ്ങളത് ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് വേണം. കൃത്യമായ ബൗണ്ടറി വർക്ക് സ്പേസിലുള്ള ആളുകളുമായിട്ട് കീപ്പ് ചെയ്യുക. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നുണ്ട്, ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മാറ്റങ്ങളെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. പിന്നെ മാത്രമല്ല, ഒരു കോമ്പറ്റീഷൻ, ഒരു ചാലഞ്ച് വരുമ്പോഴേക്കും പേടിച്ച് പിന്മാറാതെ അതിനെ ഫേസ് ചെയ്യണം. ധൈര്യപൂർവ്വം അതിനെ ഫേസ് ചെയ്യണം. നിങ്ങൾ വിജയിക്കുന്നത് വരെ അത് വിട്ടുകൊടുക്കാൻ പാടില്ല. ഓക്കെ, അത്രയും ഒരു ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ജോലി, നിങ്ങൾ എടുക്കുന്ന എഫേർട്സ്, നിങ്ങളുടെ നേട്ടങ്ങൾ, അതിനെ സംബന്ധിച്ച് നിങ്ങൾ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആരോടൊക്കെ ഇത് ഷെയർ ചെയ്യുന്നു, ആരോടൊക്കെയാണ് നിങ്ങളുടെ എന്താ പറയുക, ജോലിയിലത്തെ പേഴ്സണൽ ഗോൾസ്, കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഹയർ അപ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ആരോട് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ വെക്കാം. നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളെന്ന് പറഞ്ഞിട്ട് വേറെ ആളോട് പറയാതിരിക്കുക. മനസ്സിലായി? നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളും നിങ്ങളുടെ കരിയറിലത്തെ പ്രോഗ്രസ്, നിങ്ങളുടെ കരിയറിലത്തെ നേട്ടങ്ങൾ, ഇതിനൊക്കെ സംബന്ധിച്ച് നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, പിന്നെ എല്ലാം നേരായ വഴിക്കൂടെ കാര്യങ്ങൾ ചെയ്യുക. ഒരിക്കലും ഷോർട്ട് കട്ട് എടുക്കാതിരിക്കുക. പലരും പല രീതിയിലും പറയും, ഇങ്ങനെയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്, അതൊന്നും പ്രശ്നമൊന്നുമല്ല, എല്ലാവരും ചെയ്യുന്നതാണ് എന്നൊക്കെ പറയും. നിങ്ങൾ ചെയ്തിട്ടില്ല, ഇനി ചെയ്യാൻ വേണ്ട. ഓക്കെ, നിങ്ങൾ ഫെയർ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫെയർ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരാളുടെ വളർച്ചയെ, മറ്റൊരാളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ആ ഫെയർനെസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. എല്ലാം ഇടയിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ,
അർഹിക്കുന്നവർക്ക്, നിങ്ങളുടെ വർക്ക് സ്പേസിൽ അർഹിക്കുന്ന ആളുകൾക്ക് ആ ഒരു സപ്പോർട്ട്, ആ ഒരു കെയർ ഒക്കെ നിങ്ങൾ നൽകുക. ഡെഫിനറ്റ്ലി അത് ഷോ ചെയ്യണം. ഓക്കെ, അത് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അത് ആരോട് കാണിക്കുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എല്ലാവരോടും നിങ്ങളുടെ സോഫ്റ്റ് സൈഡ് കാണിക്കരുത്. പലരും അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ അതങ്ങനെ പാടില്ല. ആർക്കാണ് ആ ഒരു നിങ്ങളൊന്ന് കൃത്യമായി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരോടാണ് നിങ്ങൾ ആ സോഫ്റ്റ് സൈഡ് കാണിക്കേണ്ടത്, ആരോടാണ് അത് കാണിക്കാൻ പാടില്ലാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിനെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കണം. കാരണം നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഓരോ മൊമെന്റ്, പ്രത്യേകിച്ച് ചില ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഡൗൺലോഡ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുക നിങ്ങളുടെ ഈ ഗട്ട് ഫീലിംഗിൽ കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷനിലൂടെ ആയിരിക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാണ്, അപ്പൊ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ അല്ല ഈ ഒരു കാര്യം ഇതുപോലെയല്ല ചെയ്യണ്ടേ, വേറൊരു രീതിയിലാണ് എന്ന് പെട്ടെന്ന് വരികയാണെങ്കിൽ അത് അതുപോലെ ചെയ്യാം. എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ വന്നാൽ തോന്നുന്നത് അതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇവരോട് പറയണ്ട, ചിലപ്പോൾ എല്ലാം നിങ്ങൾ ആ വ്യക്തിയോട് പറയുന്നതായിരിക്കും, ഇവരോട് പറയണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറയരുത്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഒരാളെ പരിചയപ്പെട്ടു, ഭയങ്കര സ്നേഹമൊക്കെ അവർ കാണിക്കുന്നുണ്ടെങ്കിലും ഇവരോടൊരു അകൽച്ച പാലിക്കണം എന്ന് തോന്നിയാൽ അകൽച്ച പാലിക്കുക. ഓക്കെ, അതെന്റെ തോന്നലായിരിക്കും, അങ്ങനെ ഇപ്പൊ എല്ലാവരും സംശയിച്ചാൽ ശരിയാവോ എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓരോന്ന് അനുഭവിക്കുന്നതിന് ബാക്കി ആരെയും നിങ്ങൾ കുറ്റപ്പെടുത്താൻ പാടില്ല. അത് നിങ്ങളുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് അവിടെ ചോയ്സ് ഉണ്ടായിരുന്നു, നിങ്ങൾ ചൂസ് ചെയ്തത് അവരെ അടുപ്പിക്കണം എന്നുള്ളതിലാണ്. ഓക്കെ, അകറ്റി നിർത്താൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അടുപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ കോൺസിക്വൻസസും നിങ്ങൾ നേരിടുക, അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. മറ്റുള്ളവരുടെ മേത്ത് പഴി ചേരാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത 3 മാസത്തില് ഓക്കെ നിങ്ങളുടെ കരിയർ എങ്ങനെയാകും, നിങ്ങളുടെ കരിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം എന്ന് നോക്കാം. അപ്പൊ ഇനി വരുന്ന 3 മാസത്തിനുള്ളില് ഗ്രൂപ്പ് 1ന്റെ കരിയറിൽ എന്തെങ്കിലും ഒരു മാറ്റം, കാര്യമായ ഒരു വിജയം കാണുന്നു, ഓക്കെ, ഒരു നേട്ടം കാണുന്നു. അതായത് നിങ്ങളെ കുറച്ചും കൂടെ ഉന്നതിയിൽ എത്തിക്കുന്ന വർക്ക് സ്പേസിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ഥാനം നൽകുന്ന തരത്തിലുള്ള ഒരു നേട്ടം, ഒരു വിജയം ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഒരു പോപ്പുലാരിറ്റി കിട്ടുന്ന തരത്തിലുള്ള ഒരു വിജയം, ചിലപ്പോൾ ഒരു അവാർഡ് ആയിരിക്കാം. അത് നിങ്ങൾ അർഹിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു വിജയമാണ് എന്ന് കാണുന്നു. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് കിട്ടുമ്പോൾ അറിയാം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുറച്ച് ജനറസ് ആണ്, കുറച്ച് അബണ്ടന്റ് ആയിട്ടുള്ള ഈ ഒരു അച്ചീവ്മെന്റിലൂടെ നിങ്ങൾക്ക് ഒരു കാര്യമായ ഒരു ഫൈനാൻഷ്യൽ അപ്ഗ്രേഡ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. Clarify the 3 of Swords. Clarify the 3 of Swords. ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കാര്യമായൊരു നേട്ടം, നിങ്ങൾ അർഹിക്കുന്ന ഒരു നേട്ടം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഇതൊരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടൊരു ടാസ്കോ എന്തെങ്കിലായിരിക്കാം. ആരെങ്കിലും നിങ്ങളെ ചതിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് അതിന്റെ ഫലം വേറെ ആരെങ്കിലും അനുഭവിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഈ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു വലിയ നേട്ടമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വലിയ നേട്ടമായിരിക്കും, സാമ്പത്തികമായിട്ടും നിങ്ങളുടെ കരിയറിലും വലിയൊരു നേട്ടമായിരിക്കും. പക്ഷെ ഇത് ഹൈലി കോമ്പറ്റീറ്റീവ് ആണെന്ന് കാണുന്നു. മറ്റുള്ളവരെ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ അത് നിങ്ങളുടെ വിഷമത്തിന് ഇടയാക്കാം. ഓക്കെ, നിങ്ങൾക്ക് അത് നഷ്ടപ്പെടാനും നിങ്ങൾ അതിൽ ഒരുപാട് സങ്കടപ്പെടാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് എങ്ങനെയാ പറയണെന്ന് വെച്ചാൽ, നിങ്ങൾക്കാണ് ഒരു ടാസ്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും അതിനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എടുക്കണം. അതായത് ഇത് നല്ല രീതിയിൽ അവസാനിക്കും, ഇത് എനിക്ക് കിട്ടുക തന്നെ ചെയ്യും, ഇത് എനിക്ക് നല്ലതാണ് കൊണ്ടുവരാം, അങ്ങനെ ഒരു പോസിറ്റീവ് എനർജിയിൽ തന്നെ ആയിരിക്കുക. പിന്നെ ആരോടൊക്കെ ഷെയർ ചെയ്യുന്നു, ആരോടൊക്കെ ഷെയർ ചെയ്യാൻ പാടില്ല, അതിന്റെ പ്രോഗ്രസ് കാര്യങ്ങളൊക്കെ പറ്റാവുന്നതും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിൽ തന്നെ സൂക്ഷിക്കുക. ആരെയാണോ അറിയിക്കേണ്ടത് അവരെ അറിയിക്കുക. പക്ഷെ ആ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം. അതായത് ആർക്കും നിങ്ങളുടെ ആ ഒരു എഫേർട്സിനെ എടുത്ത് അവരുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം നിങ്ങൾ കൊടുക്കാൻ പാടില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രൊജക്ട് നിങ്ങളാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്, നിങ്ങളിലൂടെയാണ് ആ പ്രൊജക്റ്റിൽ ഒരു സക്സസ് ഉണ്ടാകുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ഓരോ പ്രോഗ്രസ്സും നിങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആരോടൊക്കെയാണോ അറിയിക്കേണ്ടത് അറിയിക്കണം. പക്ഷെ അതിന്റെ പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങളാണ് ഇതിന് വർക്ക് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ കോമ്പറ്റേറ്റീവ് ആണ് ഞാൻ കാണുന്നു. ഈ ഒരു കാര്യം, ഈ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സക്സസിന്റെ കാരണമാകുന്ന സംഭവം അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ, ആ ഒരു സക്സസ് നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാനും അത് മറ്റുള്ളവർ കൈവശപ്പെടുത്താനും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു ഹൈലി കോമ്പറ്റേറ്റീവ് എനർജി കാണുന്നുണ്ട്. വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലോട്ടറിയാണ്, ഡെഫിനറ്റ്ലി ലോട്ടറിയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നിങ്ങൾ ആ ഒരു
ക്ലിയർ ബൗണ്ടറി വെക്കൂ. ഓക്കെ, പക്ക പ്രൊഫഷണൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യൂ. നിങ്ങളെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവണം. അവിടെ അനാവശ്യമായ ഇമോഷൻസും സെന്റിമെന്റ്സും കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് നാളെ ഒരു വേദന ഉണ്ടാക്കുന്ന, നിരാശ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത്. ഓക്കെ, ഓക്കെ, ഞാൻ കാണുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് കാണുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ തന്നെ വേണം. നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഫലമാണ് ഈ ഒരു അച്ചീവ്മെന്റ്. ഓക്കെ, നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നതാണെന്ന് കാണുന്നു. നമുക്ക് 9 ഓഫ് കപ്സ് അവിടെ കിട്ടിയിരിക്കണേ. നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നതാണ്, നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ടാണിത്. അപ്പോ പക്ഷെ അത് ഈ പറഞ്ഞ പോലെ എന്താ, നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ വല്ലാണ്ട് ഓവർ തിങ്ക് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ ആരോ ശ്രമിക്കും. ഡെഫിനറ്റ്ലി നമുക്ക് മൂൺ കാർഡ് വീണ്ടും കിട്ടിയിട്ട് ബിട്രയൽ എനർജിയാണത്. ചതിക്കാൻ നോക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും കൂടെ നിന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ വളരെ പ്രിക്കോഷ്യസ് ആയിരിക്കണം. നിങ്ങൾ ഒരിക്കലും കണ്ണടച്ചാലും വിശ്വസിക്കാതിരിക്കുക. ഇനിയുള്ള 3 മാസം പ്രത്യേകിച്ച്. കാരണം ഇതിൽ നിങ്ങളുടെ ഒരു ആഗ്രഹ സബലീകരണം നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ അതേസമയം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. നിങ്ങളോട് പറയുന്നത് ഈ ഓവർ തിങ്ക് ചെയ്ത് നടക്കാതിരിക്കുക. വളരെ ക്ലിയർ ഹെഡഡ് ആയിരിക്കണം. അനാവശ്യമായ ചിന്തകൾ എന്താ പറയാ ചിന്തിച്ചു കൂട്ടി അതിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും വർക്ക് പ്ലേസിലായിരിക്കരുത്. വർക്ക് പ്ലേസിൽ നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ മൈൻഡ്ഫുൾ ആയിരിക്കണം. നിങ്ങൾ അവിടെ തന്നെ ആയിരിക്കണം. നിങ്ങൾ ഒരിക്കലും വെറുതെ കുറച്ച് ചിന്തകളും കൊണ്ട് അങ്ങോട്ട് ചെല്ലരുത്. ഡിസ്ട്രാക്റ്റഡ് ഒട്ടും ആകരുത്. ഓക്കെ, നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോഴാണ് നിങ്ങളെ മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുന്നത്. അത് മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങളോട് പറയുന്നത് വളരെ പേഷ്യന്റ്ലി, വളരെ കെയർഫുൾ ആയിട്ട് വേണം നിങ്ങൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് എടുക്കുന്നതിന്. ഓക്കെ, അപ്പൊ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഒരു പരിധി വിട്ട് ഈ പറഞ്ഞ പോലെ ഇമോഷൻസ്, സെന്റിമെന്റ്സ് കൊണ്ടുവരാതിരിക്കുക. അത് നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നമാവുക. ഓക്കെ, അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഈ ഒരു നെക്സ്റ്റ് 3 മന്ത്സിലുള്ള ഒരു എനർജി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഈ ഒരു 3 മന്ത്സ് എങ്ങനെയാണ് ഗ്രൂപ്പ് 1 കളക്റ്റീവ് ഈ അവരുടെ കരിയറിൽ അവരായിരിക്കേണ്ടത്, അവരുടെ എനർജി എങ്ങനെയായിരിക്കണം, ചോയ്സസ്. ഓക്കെ, നിങ്ങൾക്ക് തീരുമാനങ്ങൾ പലതും എടുക്കേണ്ടതായിട്ട് വരും ഈ ഒരു 3 മാസം. ഓരോ തീരുമാനങ്ങളും ശ്രദ്ധിച്ചെടുക്കുക. ഏത് ചോയ്സുമായി മുന്നോട്ട് പോകണം എന്നുള്ളത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. ഒരിക്കലും മറ്റുള്ളവർ പറയണ കേട്ട് ഡിസിഷൻസ് എടുക്കുക. എനിക്ക് ആൾ വളരെ വിശ്വാസം, അവരെപ്പോഴും എൻ്റെ കൂടെ എന്നെ സഹായിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഞാൻ ചെയ്യും. അങ്ങനെയൊന്നും വേണ്ട ഇനി ഒരു 3 മാസത്തേക്ക്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിന് ലിസൺ ചെയ്യുക. അല്ല, ഇൻഡ്യൂട്ടീവ്ലി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ യൂണിവേഴ്സിനോട് സഹായം ചോദിക്കൂ. അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണെന്ന് യൂണിവേഴ്സ് തന്നെ പറഞ്ഞു തരും. ഓക്കെ, പിന്നെ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിരിക്കുക. ഡിസ്ട്രാക്റ്റഡ് ആകരുത്. ഡിസ്ട്രാക്റ്റഡ് ആകാൻ പാടില്ല. കോ ഡിപ്പെൻഡൻസി കുറയ്ക്കുക. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പരമാവധി നിങ്ങൾ കുറച്ചിരിക്കണം. പിന്നെ നല്ല ക്ഷമയോടെ വേണം നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന്. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്സും നിങ്ങൾ വളരെ കൺസിസ്റ്റന്റ് ആയിരിക്കണം. നല്ല ക്ഷമയോടെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഒരു ഓർഗനൈസ്ഡ് ഫോർമാറ്റിലായിരിക്കണം. കൃത്യമായ ഒരു നിങ്ങൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ഒക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഓരോ ദിവസത്തെ ഡ്യൂട്ടി, ഓരോ ദിവസത്തെ ടാസ്ക് കൃത്യമായത് റെക്കോർഡ് ചെയ്യുക. നിങ്ങൾ എവിടം വരെ എത്തി, നിങ്ങളുടെ ജോലിയിൽ എവിടം വരെ പ്രോഗ്രസ് ആയി, ഓരോ ടാസ്കിലും നിങ്ങൾ എത്രത്തോളം പ്രോഗ്രസ്ഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിരുന്നു, ഇതൊക്കെ കൃത്യമായി നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് രീതിയിലായിരിക്കണം നിങ്ങൾ ഈ ഒരു 3 മാസത്തിൽ നിങ്ങളുടെ ജോലി ചെയ്യേണ്ടത്. അനാവശ്യമായ ഡിസഗ്രിമെന്റ്സ് ചിലപ്പോൾ നിങ്ങൾ ട്രിഗർ ചെയ്യാനും നിങ്ങളുടെ ഇമേജിനെ ഒന്ന് മോശപ്പെടുത്താനൊക്കെ ശ്രമിക്കും. ഓക്കെ, ഒരു തരത്തിലുള്ള വഴക്കിനോ എന്താ പറയണ്ടേ ആർഗ്യുമെന്റ്സിന് പോവാതിരിക്കുക. ഓക്കെ, ഒരു തരത്തിലുള്ള തർക്കങ്ങളിൽ നിങ്ങൾ ഭാഗമാകരുത്. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം, നിങ്ങളുടെ ഒരു അവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ പരമാവധി പീസ്ഫുൾ ആയിരിക്കുക. ആരെന്തൊക്കെ പറഞ്ഞാലും ട്രിഗേർഡ് ആയി നിങ്ങളുടെ പോയിന്റ് ഒന്നും അവിടെ സ്ഥാപിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ നിങ്ങൾ വിശ്വസിക്കുന്നത് സത്യമാണെന്ന് ആരും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ ആർക്കും എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. അൺലെസ് അത് കരിയർ റിലേറ്റഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സസ്, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചില ബിലീഫ്സ്, അതിനൊക്കെ ചിലപ്പോൾ വെച്ചിട്ടായിരിക്കും, അത് നിങ്ങൾ പെട്ടെന്ന് ട്രിഗേർഡ് ആകുന്ന കാര്യങ്ങളെ വെച്ചിട്ടായിരിക്കും ചിലർ നിങ്ങളെ ഇന്റൻഷനലി അപ്രോച്ച് ചെയ്യാം. മനസ്സിലായോ? അത് നിങ്ങളെ ഡിഫെയിം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഒന്ന് റെസ്റ്റ്ലെസ് ആക്കുക, നിങ്ങളൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിലേക്ക് ഒരിക്കലും വീണ് പോകാതിരിക്കുക. അവരെന്ത് പറഞ്ഞാലും സൈലൻസ് ഒരു നല്ല മറുപടിയാണ്. ഒന്നും പറയാതിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ എല്ലാത്തിനും ഒന്ന് ചിരിച്ച് വിടുക. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു റിയാക്ഷൻ കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൃത്യമായി നിങ്ങളോട് പറയും എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്. ആ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയരുത്, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞ് വിട്ടുകളയാൻ പാടില്ല. ഓക്കെ, അതിൽ കൃത്യമായി വിശ്വസിക്കുക. ആ കിട്ടുന്ന ഗട്ട് ഫീലിംഗ് അനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇനി നമുക്ക് നിങ്ങളുടെ ഈ ഒരു കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ റീഡിങ്ങിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് 1 ഇപ്പോൾ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട റീഡിംഗ് ആണ് ലഭിച്ചത്. അപ്പോൾ ഈ ലഭിച്ച റീഡിങ്ങും അതിലുള്ള എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് കളക്റ്റീവിന് സഹായകമാകുന്ന ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ് എന്ന് പറയാമോ? ഓക്കെ, നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. 21 എന്നൊരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 21 ആ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെയും പിന്നെ ഇനി വരുന്ന 3 മാസങ്ങളിലും ഈ 21 നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് P എന്ന ലെറ്റർ കിട്ടിയിട്ടുണ്ട്, X, I, പിന്നെ W. ഓക്കെ, ഈ ലെറ്റേഴ്സിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം അതുണ്ടാകാം. അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. പക്ഷേ ഈ ലെറ്റേഴ്സ്, ഈ ഇനീഷ്യൽസ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സിന് ഈ പറഞ്ഞ എനർജീസുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ടാസ്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ഹെഡിങ് അതിൽ ചിലപ്പോൾ ഈ പറയുന്ന ലെറ്റേഴ്സിലാവും തുടങ്ങുന്നുണ്ടാകുക. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളുടെ ഇനീഷ്യൽസ് ഉണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളെ ട്രിഗർ ചെയ്യാൻ പോകുന്ന ആളുകൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ആളുകൾ, നിങ്ങൾ ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യേണ്ട ആളുകൾ, അവരുടെ ഇനീഷ്യൽസ് ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഗൈഡൻസ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഭാവിയിലേക്ക് പറയുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഷിഫ്റ്റ് ഉണ്ടാകുള്ളൂ. ഓക്കെ, എപ്പോഴും അത് ഓർക്കുക. ഗൈഡൻസിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഈ റീഡിംഗ് ചെയ്യാനായിട്ട് ഒരു അവസരം തന്നതിനും നിങ്ങളുടെ സാന്നിധ്യം ഈ റീഡിംഗിൽ ഉണ്ടായിരുന്നതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കരിയറിൽ ഇപ്പം എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഒരു എനർജി എന്താണ്, പിന്നെ ആ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇനി അടുത്ത 3 മാസം എങ്ങനെയായിരിക്കും നിങ്ങളുടെ കരിയറിൽ, ഓക്കെ, ഒരു ജനറൽ എനർജി എങ്ങനെയായിരിക്കും, ആ ഒരു 3 മാസവും നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം, നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്, അവരിപ്പോഴത്തെ പ്രൊഫഷൻ, അവരുടെ കരിയറിൽ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ്, ഇപ്പം എന്താണ് ആ ഒരു കരിയറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കറണ്ട് എനർജി. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ളത് കിങ് ഓഫ് സോർഡ്സ് ആണ്. ക്ലാരിഫൈ ദ കിങ് ഓഫ് സോർഡ്സ്. Clarify the judgment. Clarify the Nine of Wands. Q. Clarify the Three of Swords. Clarify the Two of Cups. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ വളരെ ഗാർഡഡ് ആണെന്ന് കാണുന്നു. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ വളരെ ഒരു ഗാർഡഡ് എനർജിയാണ്. നിങ്ങൾ എല്ലാവരുമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു. ഇങ്ങനെ എന്താ പറയുക,
നിങ്ങൾ ഇന്റൻഷനലി ആരുമായി അടുക്കുന്നില്ല. ഇന്റൻഷനലി നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. എല്ലാവരുടെ സ്ട്രോങ് ബൗണ്ടറി കീപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഒരു റീഡയറക്ഷൻ അല്ലെങ്കിൽ റീബേർത്തിൻ്റെ വേർജിലാണ് നിങ്ങൾ. അതിൻ്റെ എന്താ തൊട്ടടുത്ത് വന്ന് നിൽക്കുക എന്ന് പറയില്ലേ. അപ്പോൾ കുറച്ച് സ്ട്രഗിൾസ് ആണ് നിങ്ങൾ ഈ ഒരു നിമിഷം വരെ ഫേസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോന്നിട്ടുണ്ട്. അത് ചില സന്ദർഭങ്ങൾ, ചില അനുഭവങ്ങൾ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാണുന്നു. ഓക്കെ, അപ്പോൾ എന്താ പറയണ്ടേ, ഇനിയിപ്പോൾ ഒരു ലവ് സിറ്റുവേഷൻ കരിയറിൽ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതും ഈ പറഞ്ഞ പോലെ ഒരു നിങ്ങളുടെ ഉള്ള സ്വസ്ഥത കൂടെ നശിപ്പിച്ചതായിട്ട് കാണുന്നു. ആ ഒരു അട്രാക്ഷൻ തോന്നിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കുറച്ചും കൂടെ അസ്വസ്ഥരായിട്ട് കാണുന്നു. നിങ്ങൾ കുറച്ചും കൂടെ എന്താ പറയുക, വല്ലാത്തൊരു റെസ്റ്റ്ലെസ് എനർജി. അപ്പം എല്ലാം കൂടെ ഒരു ഒട്ടും പീസ്ഫുൾ അല്ലാത്തൊരു എനർജിയാണ് കറൻ്റ്ലി കാണുന്നത്. നിങ്ങളപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇനി കരിയറിൽ. ഓക്കെ, നിങ്ങളിങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും എന്ന് ചിലപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ എന്താ പറയുക എക്സ്പെക്ട് ചെയ്ത് പ്രതീക്ഷിച്ച് പോകുന്ന ഒരാളായിരിക്കണം. പക്ഷെ ഒരു മാറ്റം കാണാണ്ടായപ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി ഒന്നും പ്രതീക്ഷിക്കേണ്ട, എന്താ നടക്കട്ടെ, ആ ഒരു എനർജിയിലാണ് നിങ്ങൾ. അപ്പോൾ അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ നിങ്ങളൊരു ഓപ്പൺ ആൻഡ് റെസെപ്റ്റീവ് മോഡലാണ് ഇപ്പോൾ. ഓക്കെ, നിങ്ങളപ്പോൾ വരുന്നത് പോലെ കരിയറിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു എനർജിയാണ് നിങ്ങളുടെ കരിയറിൽ കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഹാർട്ട് ബ്രേക്ക് കാണുന്നുണ്ട്, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇത് കാണുന്നു, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വഴക്കോ എന്തെങ്കിലും ഉണ്ടായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് എനർജി കാണുന്നുണ്ട്. കൂടുതൽ നിങ്ങളൊരു എന്താ പറയുക, കുറച്ച് കോൺഫ്ലിക്റ്റ് വരുന്നത് അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻറ്റ്യൂഷനെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയാണ് നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് പക്ഷെ അത് കുറേ ഒന്നും നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാനേ പറ്റുന്നില്ല. നിങ്ങളൊട്ടും ആ ഇൻറ്റ്യൂഷനിൽ ടാപ്ഡ് ഇൻ അല്ല, നിങ്ങളത് അതിലേക്ക് ഒന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. നിങ്ങൾ കൂടുതലും ചിന്തിച്ച് കൂട്ടുകയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ചിന്തകളാണ്. ഓക്കെ, നിങ്ങൾ വളരെ ഓവർ തിങ്കിങ് ആണ്, വളരെ സ്ട്രെസ്ഫുള്ളും വളരെ ആൻഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇതിലൊരു ലവ് എനർജി കാണുന്നുണ്ട്, ഒരു റൊമാൻറ്റിക് എനർജി കാണുന്നുണ്ട്. പക്ഷെ അതും ഒട്ടും പീസ്ഫുൾ അല്ല. അതും നിങ്ങൾക്ക് കുറച്ച് വേദന ഉണ്ടാക്കുന്നതാണെന്ന് കാണുന്നു. നിങ്ങൾക്ക് അതും നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയതായിട്ട് കാണുന്നുണ്ട്. അപ്പം എല്ലാം കൂടിയും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയം. അപ്പം നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ആക്ച്വലി ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻസിന്റെ സമയത്ത് നമുക്ക് നല്ലതല്ലാത്തതൊക്കെ നമ്മുടെ മുന്നിൽ എക്സ്പോസ് ചെയ്യുക, നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുക, ഇതൊക്കെയാണ് യൂണിവേഴ്സ് ചെയ്യുക. അങ്ങനെയാണ് ഇനി വരാനുള്ള കാര്യങ്ങൾ, നമുക്ക് അർഹിക്കുന്ന കാര്യങ്ങളെ കൊണ്ടുവരുന്നതിനായിട്ട് യൂണിവേഴ്സ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ഒരിക്കലും കംഫർട്ടബിൾ ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി ഇതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലെ കറണ്ട് എനർജി ഇതാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് എങ്ങനെയാണ് ഇതിലൂടെ നാവിഗേറ്റ് ചെയ്യേണ്ടത്? നിങ്ങളോട് പറയുന്നത് വരുന്നത് പോലെ എടുക്കുക. ഓക്കെ, ജസ്റ്റ് പ്രസന്റിൽ ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോകുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക എന്നല്ലാതെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ജോലിയിൽ നിങ്ങളുടെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ, അതിൽ ഫോക്കസ് ചെയ്യുക. കാരണം ഇതിലൂടെ നിങ്ങളുടെ ഫാമിലിക്ക് ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റിയും കിട്ടുന്നുണ്ട് ഇല്ലേ, അതിനെ ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോകുക. നിങ്ങളോട് പറയുന്നത് ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളുണ്ടാവാം. ഇപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ എന്താ പറയുക പറ്റിച്ചിട്ടുണ്ടായിരിക്കാം, ഡിസീവ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാകാം, അങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളോട് പറയുന്നത് ഇതന്നെയാണ് നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള കരിയറിലെ റിയാലിറ്റി എന്ന തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വരാൻ പാടില്ല. ഇങ്ങനെ നിങ്ങൾ അനുഭവിച്ചത് കൊണ്ട് ഇതിങ്ങനെയൊക്കെ തന്നെയാവും ഇനി കരിയറിൽ മുന്നോട്ട് ഒരു പീസ്ഫുള്ളായ സമയം ഉണ്ടാകില്ല, അങ്ങനത്തെ ഒരു ചിന്ത കൊണ്ടല്ല നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രേക്ക് ത്രൂ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സക്സസ് എൻ്റെ കരിയറിൽ ഉണ്ടാകും, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ക്ലാരിറ്റി ഉള്ള ഒരു സമയം എൻ്റെ കരിയറിൽ ഉണ്ടാകും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകണം. ഓക്കെ, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കേണ്ട ഒരു സമയമാണ് ഇപ്പം. പക്ഷേ നെഗറ്റീവ് തോട്ട്സ്, വല്ലാണ്ട് നെഗറ്റീവ് തോട്ട്സിലേക്ക് ഇൻവെസ്റ്റഡ് ആകരുതെന്ന് യൂണിവേഴ്സ് പറയുന്നു. കാരണം അത് നിങ്ങൾ ഒരുപാട് നിങ്ങൾക്കൊരു ബേർഡൻ ആകും. ഓക്കെ, ബേർഡൻ ആകുക എന്ന് മാത്രമല്ല, എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റക്ക് എനർജിയാണ് കൂടുതൽ ഫീൽ ചെയ്യുക. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നിങ്ങളുടെ ഈ ഓവർ തിങ്കിങ് നിങ്ങളെ ഒരു പ്രിസണിലാക്കുകയാണ്, ഒരു മെന്റൽ പ്രിസണിലാക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാനായിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല. അത്രയും കോൺഫിഡൻസ് പോലും നിങ്ങൾക്ക് ഇല്ലാതാവും. നിങ്ങളത് ഒരുപാട് നിങ്ങളുടെ കരിയർ പിന്നെ നിങ്ങൾക്ക് ഒരു ഭാരപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നും. നിങ്ങൾക്കത് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കും. പിന്നെയും ബുദ്ധിമുട്ടുകളാണ് പിന്നെ നിങ്ങളുടെ കരിയറിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ ഒരു സമയം അനാവശ്യമായ ചിന്തകൾ ഒക്കെ, ഏതൊക്കെ ചിന്തകളാണോ നിങ്ങൾക്ക് കൂടുതൽ കരിയറിൽ ഒരു
സ്ട്രെസ് തരുന്നത്, അതൊക്കെ പരമാവധി നിങ്ങൾ റിലീസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സ്വസ്ഥത, മനസ്സിന്റെ സ്വസ്ഥത, നിങ്ങളുടെ മനസ്സ് വളരെ ക്ലിയർ ആയിട്ടിരിക്കണം. അതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത 3 മാസം, ഇനിയുള്ള 3 മാസത്തിൽ നിങ്ങളുടെ കരിയറിലെ എനർജി എങ്ങനെയായിരിക്കും നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ കരിയറിൽ ഇനിയുള്ള 3 മാസം എങ്ങനെയായിരിക്കും? ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് എങ്ങനെയായിരിക്കും? Clarify the Page of Pentacles. Clarify the Page of Cups. Clarify the King of Wands. ഓക്കെ, അപ്പൊ ഇനിയുള്ള 3 മാസത്തില് ഞാൻ കാണുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, അത് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, കരിയറിൽ ഒരു പ്രോഗ്രസ് കൊണ്ടുവരുന്നതാണെന്ന് കാണുന്നു. അത് മാത്രമല്ല, ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മവിശ്വാസം ഒരുപാട് കൂടുന്നതായിട്ടും കാണുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ആഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഒരു സക്സസ് ആണ്, നിങ്ങൾക്കത് ഒരുപാട് ആത്മവിശ്വാസം തരുന്നു. കൂടുതൽ കോൺഫിഡൻസോടെ ഈ ഒരു കരിയറിൽ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം ഈ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ അത്രയും ആഗ്രഹിച്ചതാണെന്ന് കാണുന്നു. നിങ്ങളത് അറിയാതെ തന്നെ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ഗുഡ് ന്യൂസ് ആണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്കത് ഒരു ഓപ്ഷൻ, ഇറ്റ് ഈസ് ഗിവിങ് യു എ ചോയ്സ്. ഓക്കെ, ഒരു ചോയ്സ് തരികയാണ്. എങ്ങനെ? വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ ധൈര്യത്തോടെ, ആ ഒരു ആത്മവിശ്വാസം, അതായത് നിങ്ങൾ കരിയറിൽ വിജയിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗ്രോത്ത് നേടിയെടുക്കും എന്ന ഒരു വിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് ഒരു അവസരമാണ് തരുന്നത്. അപ്പൊ ആ അവസരത്തിനെ ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അർഹിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. ഓക്കെ, പിന്നെ കരിയറിൽ കൂടുതൽ സക്സസും കൂടുതൽ ഒരു എന്താ പറയാ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നതിനും പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് ഇനിയുള്ള 3 മാസത്തിൽ നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങൾക്ക് അറിയാലോ, അതിൽ ഏതാണോ നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ട് തോന്നുന്നത്, ഏതാണോ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുന്നത്, ആ ഓപ്പർച്യൂണിറ്റിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. അങ്ങനത്തെ അവസരങ്ങൾ കിട്ടുമ്പോൾ അതിനെ വെറുതെ ഇങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നോ പറയരുത്. ആ ഓപ്പർച്യൂണിറ്റീസിനെ അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണോ, നിങ്ങൾ ഇത് ഡിസേർവ് ചെയ്യുന്നതാണോ അല്ലയോ എന്ന് നോക്കുക, അതുമായിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ, അങ്ങനെ യെസ് എന്നാണ് ഉത്തരം കിട്ടുന്നെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകുക. ഇപ്പൊ വളരെ ഒരു എന്താ പറയാ ഒരു ഗ്ലോ അപ്പ് കരിയറിൽ ഞാൻ നിങ്ങൾക്ക് കാണുന്നു, ഒരു സക്സസ് കാണുന്നുണ്ട്, ഒരു ഫോർവേഡ് മൊമെന്റ്, കാര്യമായ ഒരു പ്രോഗ്രസ് കാണുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട ഒരു യാത്ര ഉണ്ടാകാം, അല്ലെങ്കിൽ യാത്ര റീലൊക്കേഷൻ, അപ്പോൾ ഒരു ട്രാൻസ്ഫർ പോലെ കാണുന്നുണ്ട്, ഒരു മൊബിലിറ്റി ഇൻവോൾവ് ആയിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു മൊബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ കറന്റ് പൊസിഷനിൽ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി, കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള വർക്ക് എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. അങ്ങനെ ഒരു ഷിഫ്റ്റ്, ഒരു കാര്യമായ ഒരു ഫോർവേഡ് മൊമെന്റ്, ഒരു പ്രോഗ്രസ് നിങ്ങളുടെ കരിയറിൽ ഇനി ഉള്ള 3 മാസത്തിൽ കാണുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതാണെന്ന് കാണുന്നത്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെ നിങ്ങൾ സബ് കോൺഷ്യസ്ലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളതാണെന്നാണ് കാണുന്നത്. അപ്പൊ ആ ഒരു സന്തോഷ വാർത്തയാണ് ഇനിയുള്ള 3 മാസത്തിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു 3 മാസം നിങ്ങൾ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ കരിയറിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൈഡൻസ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പല സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ കൊളീഗ്സിന്റെ കയ്യിൽ നിന്ന്. ഓക്കെ, നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ടുകൾ, നിങ്ങളുടെ ഭാഗം ചെയ്യുക, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ചില സപ്പോർട്ടുകൾ, നിങ്ങൾ പോലും ആവശ്യപ്പെടാത്ത സപ്പോർട്ട്, ഹെൽപ്പ് ഒക്കെ നിങ്ങളുടെ കൊളീഗ്സിന്റെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആരൊക്കെയാണോ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് സഹായം അല്ലെങ്കിൽ സപ്പോർട്ട് നൽകാനായിട്ട് അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നത്, അവർ നിങ്ങളുടെ സോൾ ട്രൈബിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്കൊരു മനസ്സമാധാനം ഉണ്ടായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരണം. അപ്പോൾ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജോലിയിൽ ഇനിയുള്ള 3 മാസം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് സംതൃപ്തി തരുന്നതായിരിക്കണം. ഓക്കെ, മനസ്സമാധാനം തരുന്നതായിരിക്കണം. അപ്പം ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ് എന്ന ആ ഒരു എന്താ പറയണ്ടേ, അതായിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി. നിങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവരെ വാക്കൊന്നും കേട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എത്തിക്സിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാം. ഓക്കെ,
പിന്നെ നിങ്ങളുടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു കാര്യം നിങ്ങളിൽ നിന്ന് നിങ്ങൾ അത്രയും ആഗ്രഹിച്ച് ഇതിലൊരു പുതിയ തുടക്കം ഉണ്ട് അടുത്ത 3 മാസത്തിനുള്ളിൽ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു റീഡയറക്ഷൻ പ്രോഗ്രസ് ഉണ്ട്. നിങ്ങൾ അർഹിക്കുന്നതാണ് ആ പ്രോഗ്രസ് എന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ നിങ്ങൾ മുന്നേ ഏതെങ്കിലും വഴിയിലൂടെ ആവും ഈ ഒരു പ്രോഗ്രസ് ആഗ്രഹിച്ചിരുന്നത്. അതിലൂടെ അങ്ങനത്തെ ഒരു നിങ്ങൾ ഇമാജിൻ ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തൊരു വഴിയിലൂടെ അല്ല ഈ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഈ ഒരു ഫോർവേഡ് മൊമെന്റ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ, ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തരുന്നത്, വിച്ച് മീൻസ് ഇതാണ് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മുന്നേ ഏതൊരു ഓപ്പർച്യൂണിറ്റിയിലൂടെയാണോ നിങ്ങൾ ആ ഒരു പ്രോഗ്രസ് ആഗ്രഹിച്ചത് അതാണ് നിങ്ങളുടെ നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നി. പക്ഷെ യൂണിവേഴ്സിന് അറിയാം ഏതാണ് നിങ്ങൾക്ക് നല്ലതെന്നുള്ളത്. അപ്പോൾ അതാണ് യൂണിവേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നിറഞ്ഞ മനസ്സോടെ യൂണിവേഴ്സിനോട് അത്രമേൽ ആ ഒരു സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയണ്ടേ ഫൈനാൻഷ്യൽ അപ്ഗ്രേഡ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യണം എന്ന് പറയുന്നു. ജോലി എന്ന് മാത്രമായിരിക്കരുത്. നിങ്ങൾ ആ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രോഗ്രസ്, നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന പ്രോഗ്രസ് നിങ്ങൾ ആഘോഷിക്കണം, നിങ്ങളത് എൻജോയ് ചെയ്യണം. അതേസമയം നിങ്ങൾ കൂടുതൽ അതിൽ ഡെഡിക്കേറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ആഘോഷം മാത്രമാവരുത്, എന്നാൽ ജോലി മാത്രമാവരുത്. ആഘോഷവും വേണം, ജോലി ചെയ്യുകയും വേണം. ഓക്കെ, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യുക, ആഘോഷിക്കേണ്ട സമയത്ത് ആഘോഷിക്കുക. ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി ശ്രമിക്കണം. അത് പറയുന്നു. പക്ഷെ റിലാക്സ് ചെയ്യണം. നിങ്ങൾക്ക് വല്ലാതെ സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നുന്നു അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നു തോന്നുമ്പോൾ ഒന്ന് ബ്രേക്ക് എടുക്കുക. അത് എടുക്കാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത് എന്ന് പറയുന്നു. പിന്നെ നിങ്ങളോട് പറയുന്നത് ഗോ വിത്ത് ദ ഫ്ലോ. ഓക്കെ, കരിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആ ഷിഫ്റ്റ് ഒക്കെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, ഒന്നിനെയും തടയാതിരിക്കാം. പിന്നെ ഇപ്പൊ നിങ്ങളുടെ കരിയറിലെ പല കാര്യങ്ങളെയും നിങ്ങൾ നോക്കിക്കാണുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്, ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആ കിട്ടുന്ന ആ ഒരു കാഴ്ചപ്പാട്, ആ വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെ നിങ്ങൾ ആ ഒരു കാര്യത്തെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, അഭിപ്രായങ്ങളെ അതൊക്കെ നിങ്ങൾ എന്താ പറയുക കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് റിജക്ട് ചെയ്യാതെ അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ചില അറിവുകൾ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ഒരിക്കലും നിങ്ങൾ വളരെ മൈൻഡ്ഫുൾ ആയിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ആ പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ്, നിങ്ങളിലേക്ക് വരുന്ന ചില സജഷൻസ്, ചില അഡ്വൈസസ്, ചില ഒപ്പീനിയൻസ്, ഓക്കെ, അതൊക്കെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നു. പിന്നെ എല്ലാത്തിനും ഉപരി നിങ്ങളെ കെയർ ചെയ്യണം, നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങളുടെ മനസ്സമാധാനം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ, ഇതിനൊക്കെയാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കരിയറിൽ. ഓക്കെ, ഒരിക്കലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറ്റുള്ളവരുടെ സന്തോഷത്തിന്, സമാധാനത്തിന്, സാറ്റിസ്ഫാക്ഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, സാക്രിഫൈസ് ചെയ്യാതിരിക്കുക. അതൊരിക്കലും ചെയ്യരുത്, അത് നിങ്ങൾക്ക് നല്ലതല്ല. ഓക്കെ, അതിലൂടെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഉയർച്ചയും കാലാകാലത്തേക്ക് ഉണ്ടാക്കില്ല. ചിലപ്പോൾ ഷോർട്ട് ടേമിൽ ഒരു പ്രോഗ്രസ് കാണുമായിരിക്കും, പക്ഷെ അത് ഷോർട്ട് ടേം തന്നെയാണ്, അത് കഴിഞ്ഞ് അത് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, ഗൈഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഗൈഡൻസ് ഒക്കെ ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി ഈ ഒരു റീഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു 3 മാസത്തെ എനർജി, അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന എന്താ പറയണ്ടേ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഇനീഷ്യൽസ്, ദിവസങ്ങൾ, ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. എന്ത് ക്ലൂ കിട്ടുന്നുണ്ടെങ്കിലും അതൊന്ന് നോട്ട് ചെയ്യുക. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എടുക്കുന്ന സ്റ്റെപ്സ് ശരിയാണോ, അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൻ്റെ ആ ഒരു പ്രോഗ്രസ്, നിങ്ങളുടെ കരിയറിൻ്റെ ആ ഒരു ചേഞ്ചസ് ഒക്കെ ട്രാക്ക് ചെയ്യുന്നതിന് ഈ ക്ലൂസ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 2-ന് ഇപ്പോൾ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീഡിംഗ് ആണ് ലഭിച്ചിട്ടുള്ളത്. കരിയറിൽ ഇപ്പോഴത്തെ എനർജി, ഇനി 3 മാസത്തെ എനർജി, അതുമായി ബന്ധപ്പെട്ട ഗൈഡൻസസ്. ഇതുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അവർക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ക്ലൂസ് എന്തൊക്കെയാണ്, ക്യാപ്ചർ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. 8, 9, 13, 23, 24 ഈ ഡേറ്റുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ ക്യാൻസർ സീസൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ റീഡ് ചെയ്യുന്നത് ഏപ്രിലാണ്. അപ്പം നെക്സ്റ്റ് 3 months എന്ന് പറയുമ്പോൾ മെയ്, ജൂൺ, ജൂലൈ സെക്കൻഡ് ഹാഫ് ക്യാൻസർ സീസണിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ജൂലൈ സെക്കൻഡ് ഹാഫ്. അപ്പോൾ യെസ്, ജൂലൈ സെക്കൻഡ് ഹാഫ് തന്നെയാണെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ് ആ ഒരു കാര്യത്തിൽ. പക്ഷേ യെസ്, ജൂലൈ സെക്കൻഡ് ഹാഫ് തന്നെയാണ്
എന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ജൂലൈ ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലാണ് ക്യാൻസർ സീസൺ വരുന്നത്. ജൂലൈയിലുണ്ട് ക്യാൻസർ സീസണിന്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ആ ഒരു ക്യാൻസർ സീസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ജൂൺ 21 തൊട്ട് ജൂലൈ 22 വരെയാണ് ക്യാൻസർ സീസൺ. അപ്പോൾ ജൂലൈ ഫസ്റ്റ് ഹാഫാണ് ക്യാൻസർ സീസൺ വരുന്നത്. പിന്നെ ജൂണിലും. അപ്പോൾ ആ ക്യാൻസർ സീസൺ വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കാം, അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. പിന്നെ നമുക്ക് ലെറ്റർ ജി കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ജി നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ആയിരിക്കാം. പിന്നെ ഈ ലെറ്റർ ജി ഒന്ന് ഓർത്ത് വയ്ക്കും. ചിലപ്പോൾ നിങ്ങളിലേക്ക് ഈ ഹെൽപ്പ് കൊണ്ടുവരുന്ന നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പറിന്റെ പേരിൽ അവരുടെ ഇനീഷ്യൽ ജി ആയിരിക്കാം. ഓക്കെ, പിന്നെ മൺഡേയ്സ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സമയത്ത് ഉള്ള തിങ്കളാഴ്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കാണുന്നു. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ക്ലൂസ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഗൈഡൻസ് മറക്കാതെ ഫോളോ ചെയ്യുക. അത് ഫോളോ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഷിഫ്റ്റ് സംഭവിക്കാനും സാധ്യത. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതെപ്പോഴും അത് ഗൈഡൻസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. വാട്സപ്പ് നമ്പർ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ്സിന് തൊട്ട് താഴെ അവൈലബിൾ ആണ്. ഓക്കെ, മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ കരിയറിലെ ഇപ്പോഴത്തെ എനർജി എന്താണ്, ഇപ്പം എന്താണ് നിങ്ങളുടെ കരിയറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ കരിയറിൽ ഇപ്പോഴെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാരിഫൈ ദ 10 of Wands, 2 of Coins, clarify the 2 of Coins, High Priestess, clarify the High Priestess, clarify the 2 of Cups, clarify the Hierophant, Three of Wands. ഓക്കെ, സോ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ ആ ഒരു സ്ട്രഗിളിംഗ് ഒക്കെ അവസാനിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അതിൻ്റെ ഒരു എൻഡ് സ്റ്റേജ് ആണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ആ ഒരു തോന്നലുണ്ട്, അതായത് ഇനി അങ്ങോട്ട് നല്ലതായിരിക്കും. ഓക്കെ, പീസ്ഫുൾ ആയിട്ടുള്ളൊരു സമയമാണ്. ആ കോംപ്ലിക്കേറ്റഡ് ടൈം അവസാനിച്ചിട്ടുണ്ട്, ഇനി അങ്ങോട്ട് പീസ്ഫുൾ ആണ്. അങ്ങനെ ചിന്തിക്കണം, പോസിറ്റീവായിട്ട് ഇരിക്കണം. അങ്ങനെ ഒരു സ്ട്രോങ് തോട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു നഡ്ജ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്, പോസിറ്റീവായിട്ടാണ് ഇരിക്കേണ്ടത്, പോസിറ്റീവായിട്ടാണ് ചിന്തിക്കേണ്ടത്, ബെസ്റ്റ് കേസ് സിനാരിയോ ആണോ ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ അത് എത്രത്തോളം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, പക്ഷെ നിങ്ങൾ അങ്ങനെയാണ് ഇരിക്കേണ്ടത്. പിന്നെ അതേസമയം തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ കരിയറിലെ സ്ട്രഗിൾസ് അവസാനിപ്പിക്കുന്നതിനും കരിയറിൽ കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നതിനും ഫൈനാൻഷ്യലി കൂടുതൽ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്നതിനും വിവിധ അവസരങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, പല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കാണുന്നുണ്ട് കരിയറിലൂടെ. ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ലഭിക്കുന്നതിനും കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നതിനും ആ ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നതിനും ഒക്കെയുള്ള അതിനെ സഹായിക്കുന്ന പലതരത്തിലുള്ള എന്താ പറയേണ്ട ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, ഈ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഗോൾസുമായി അലൈൻ ചെയ്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നത് ഒരു ലോങ് ടേം സക്സസ്, ലോങ് ടേം പ്രോഗ്രസ് ആണ്. അതായത് നിങ്ങൾ അതിൽ സ്റ്റേബിൾ ആകുകയാണ്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ സ്റ്റേബിൾ ആകുന്നു, നിങ്ങളുടെ കരിയറിൽ കൂടുതൽ നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നു, കൂടുതൽ എക്സ്പാൻഷൻ, എക്സ്പോഷർ, ഗ്രോത്ത് ഉണ്ടാകുന്നു, പ്രോഗ്രസ് ഉണ്ടാകുന്നു. അതിന് അത്രയും സഹായിക്കുന്ന ടൈപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ചിലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക പെർമനന്റ് റീലൊക്കേഷൻ അടക്കം ഇൻവോൾവ് ആയിട്ടുള്ള ചില ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ സെയിം ജോലിയിൽ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു ജോലി, പക്ഷെ അത് വേറൊരു നാട്ടിലാണ്, അത് പെർമനന്റ് ആയിട്ടുള്ള ഒരു റീലൊക്കേഷൻ ആണ് അതിലൂടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു എനർജി ആയിരിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് ഹൈലി പ്രോഗ്രസീവ് ആണ്, നിങ്ങൾക്ക് അത് ഹൈലി യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇങ്ങനെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിട്ട് കാണുന്നു. അപ്പൊ നിങ്ങൾ അതിലൊരു ഡിസിഷൻ ഏതാണ് എടുക്കേണ്ടത്, എന്ത് ചൂസ് ചെയ്യണം, ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ മറ്റു ജോലിയായിട്ട് മുന്നോട്ട്, ഈ വന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകണം, അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് നിങ്ങൾക്ക് ഉണ്ട്.
നിങ്ങൾ എന്താ കുറച്ച് ഇപ്പോൾ ഈ സ്ട്രഗിളൊക്കെ അവസാനിക്കുന്നതിന് ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക്, നിങ്ങൾ അവെയർ ആണെന്ന് കാണുന്നു. പക്ഷെ അവിടെ ഒരു കൺഫ്യൂഷൻ, എനിക്ക് നിങ്ങളിൽ നിന്ന് ആ ഒരു കൺഫ്യൂഷൻ എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം, ഏത് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് മുന്നോട്ട് പോകണം എന്നൊരു കൺഫ്യൂഷൻ ആയിരിക്കാം. പിന്നെ അല്ലെങ്കിൽ സ്ട്രഗിൾസ് അവസാനിച്ചു, നിങ്ങളുടെ ആ ഒരു കരിയറിലെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ അവസാനിച്ചു എന്ന് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഞാൻ നിങ്ങളിൽ കാണുന്നുണ്ട്. അതായത് ഇനിയും സ്ട്രഗിൾ ഉണ്ടാകുമോ എന്നൊരു ഭയം. പിന്നെ നിങ്ങൾക്കൊരു ഇപ്പൊ കുറച്ച് നിങ്ങൾ വളരെ ഒരു ബേർഡൻ, ജോലി ഒരു ഭാരമായി തോന്നിയ ഒരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങളിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി, അത് പല കാര്യങ്ങളും നിങ്ങളുടേതല്ലാത്തതുപോലും നിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പ്രോഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതാണ് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾ അതിന് ആക്ഷൻ എടുക്കണം. അതിൽ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി, അത് നിങ്ങൾ വളരെ സ്വസ്ഥമായിരുന്നു കൊണ്ട് ഈ അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അനലൈസ് ചെയ്ത് ഏതാണോ നിങ്ങളുടെ ഗോൾസുമായി അലൈൻഡ് ആയിട്ടുള്ളത്, നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ പ്രയോറിറ്റീസുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ളത്, ആ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ, അതാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ സ്ട്രഗിൾസ് ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു കരിയറിലുള്ള നിങ്ങളുടെ കറണ്ട് എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിന്റെ കറണ്ട് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കറണ്ട് എനർജിയിൽ ഗ്രൂപ്പ് 3 എങ്ങനെയാണ് അതിലൂടെ നാവിഗേറ്റ് ചെയ്യേണ്ടത്? ഗ്രൂപ്പ് 3 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു എന്താ പറയാ ട്രാൻസിഷൻ പീരീഡാണ് ഇപ്പോൾ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നിന്നൊരു മാറ്റം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഗ്രസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് നടക്കും. അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്. ഓക്കെ, നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ സക്സസ്, നിങ്ങളുടെ ബ്രേക്ക് ത്രൂവിനാണ് നിങ്ങളിപ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതാണ് നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിനായിട്ട് പ്രവർത്തിക്കാൻ പറയുന്നു. അതിനായിട്ട് പ്രവർത്തിക്കുക, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ വേണം. നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക. നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആണ്, നിങ്ങൾ അതിനെ കാണുന്നു, അറിയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നെറ്റ്വർക്കിൽ നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആവുക. നിങ്ങളുടെ നെറ്റ്വർക്ക് ത്രൂ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ കണ്ടെത്തുന്നതാണ്. അതിനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്, അതാണ് പറയണത്. ഓക്കെ, പക്ഷെ നിങ്ങൾ അവിടെ ഇനീഷ്യേറ്റ് എടുക്കണം. നിങ്ങളാണ് തുടക്കം കുറിക്കേണ്ടത്. എന്റെയിലേക്ക് വന്നോളും, ഞാൻ കൈയും കെട്ടിയിരുന്നാൽ മതി എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല, ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളാണ് അവിടെ ഇനീഷ്യേറ്റ് എടുക്കേണ്ടത്. നിങ്ങൾ ഇനീഷ്യേറ്റ് എടുത്ത് നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി മുന്നോട്ട് പോയാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിൽ നിങ്ങളുടെ കരിയറിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മാറ്റം ഉണ്ടാവും. ഓക്കെ, പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിൽ ആ ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കും, ഡെഫിനറ്റ്ലി സംഭവിക്കും. പക്ഷെ നിങ്ങൾ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കണം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്തുകൊണ്ട് നിങ്ങൾ അതിനെ സംശയിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ അതിൽ വേണ്ടുന്നത്ര ആ ഒരു പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ഇവിടുത്തെ. ഓക്കെ, ഒരു റീഡയറക്ഷനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ടേണിംഗ് പോയിന്റ്, ഒരു റിന്യൂവൽ എനർജിയാണ്. അതിനുള്ള അവസരങ്ങളാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിലുള്ളത്. അതായത് ഈ ചേഞ്ച് അല്ലാതെ സംഭവിക്കില്ല, ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതല്ല. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അവസരങ്ങളിൽ നിന്ന് നിങ്ങളൊന്ന് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ഈ റിന്യൂവൽ, ഈ ഒരു പ്രോഗ്രസ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുക. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് എനർജി. അപ്പൊ ഇതാണ് നിങ്ങളുടെ അഡ്വൈസ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ സക്സസും, നിങ്ങളുടെ ആ ഒരു ക്ലാരിറ്റി, നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങളുടെ കരിയറിലെ പ്രോഗ്രസ്, ഇതൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിനായിട്ട് അലൈൻ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക. നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ഇറ്റ്സ് ഇൻ യുവർ എനർജി, അങ്ങനെയാ പറയണം. അല്ലാതെ നിങ്ങളുടെ കണ്ണിന് മുന്നിൽ ഉണ്ടെന്നല്ല, നിങ്ങളുടെ എനർജിയിലുണ്ട്. നിങ്ങൾ ആ നെറ്റ്വർക്കും ഒക്കെ ആയിട്ട്, നിങ്ങളുടെ നെറ്റ്വർക്ക്സ് ഉണ്ടല്ലോ, ജോബ് നെറ്റ്വർക്ക് ഒക്കെ ആയിട്ട്, അതിലുള്ള ആളുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക ആക്റ്റീവ്ലി. അവരുമായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾ അതിനായി ശ്രമിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തും. നിങ്ങളുടെ കൺമുന്നിലേക്ക് അത് വരുന്നതാണ്. ഓക്കെ, അത് ആ എനർജിയിൽ ഉണ്ടെന്നുള്ളൂ. നിങ്ങളുടെ ആക്ഷൻസിന് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതിന് അത് വെയിറ്റ് ചെയ്യാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു പ്രോഗ്രസ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന അനുസരിച്ചിട്ടാണ് അത് സംഭവിക്കുന്നതും സംഭവിക്കാതിരിക്കുന്നതും. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഇനിയുള്ള 3 മാസത്തെ നിങ്ങളുടെ കരിയറിലെ ഒരു എനർജി എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അപ്പൊ ഗ്രൂപ്പ് 3യുടെ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ്, അവരുടെ കരിയറിൽ ഇനിയുള്ള 3 മാസം എങ്ങനെയായിരിക്കും, അവരുടെ കരിയറിൽ ഒരു എനർജി എങ്ങനെയായിരിക്കും? ക്ലാരിഫൈ ദ നൈറ്റ് ഓഫ് സ്വോർഡ്സ്, clarify the Ace of Cups,
Clarify the Six of Pentacles. Clarify the Sun. Clarify the Magician. Yes. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ്. പക്ഷേ അവിടെ ഒരു ക്ലോസ് ഉണ്ട്. ഫസ്റ്റിന് കിട്ടിയ കാർഡ് ഉണ്ടല്ലോ, 9 of Swords. നിങ്ങൾ വല്ലാതെ ഓവർ തിങ്ക് ചെയ്ത് ഈ ഒരു എനർജിയെ തന്നെ ഇല്ലാണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് അവിടെ. ഓക്കെ, ബിവെയർ. നിങ്ങൾ വളരെ മൈൻഡ്ഫുൾ ആയിരിക്കണം നിങ്ങളുടെ ഈ ഓവർ തിങ്കിങ് ടെൻഡൻസി. നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ആ ചിന്തകളിൽ തന്നെ ഇരുന്നിരുന്ന് ഈ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ കണ്ടെത്തില്ല, നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കില്ല. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ, ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള വളരെ സാധ്യതയുണ്ട്. നെക്സ്റ്റ് 3 months ഈ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് അവസാനിച്ച് ഒരു ബ്യൂട്ടിഫുൾ, നിങ്ങൾക്ക് വളരെ സന്തോഷവും സംതൃപ്തിയും ആത്മസംതൃപ്തിയും തരുന്ന ഒരു പുതിയ തുടക്കം നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്നതിന് എല്ലാ സാധ്യതയുണ്ട്. അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മളിപ്പോൾ ഈ കണ്ട ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങളുടെ കറന്റ് എനർജിയിലെ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞല്ലോ. ഇനി 3 മാസത്തിനുള്ളിൽ, ഇനി വരുന്ന ഈ 3 മാസത്തിനുള്ളിൽ ഈ ഒരു പുതിയ തുടക്കത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. അത് വെറും ഒരു തുടക്കമല്ല, നിങ്ങളുടെ കരിയറിൽ ഒരുപാട് വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് തരുന്ന, നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന, കരിയറിൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പ്രാപ്തിയുള്ള ഒരു പുതിയ തുടക്കമാണ്. ഓക്കെ, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത്, നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു എന്താ പറയണ്ടേ ലെവൽ ഓഫ് ഹൈറ്റ് സക്സസ്, അതിലേക്ക് എത്തിപ്പെടാൻ ഈ പറയുന്ന പുതിയ തുടക്കം നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് അത്രമേൽ സന്തോഷം തരുന്നതാണ്. നമുക്ക് സൺ ആണ് കിട്ടിയിട്ടുള്ളത്. സൺ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പിലി എവർ ആഫ്റ്റർ എനർജിയാണ്, അതായത് അറ്റ്മോസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എവിടെയായിരിക്കുന്നു, നിങ്ങൾ അവിടെ വളരെ വളരെ സംതൃപ്തരായിരിക്കും. കാരണം നിങ്ങൾ എവിടെയാണ് എത്തിപ്പെടാൻ ആഗ്രഹിച്ചത് അവിടെയാണ് എത്തിപ്പെടുന്നത്. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അത്രയും പൊട്ടൻഷ്യൽ ഒരു ന്യൂ ബിഗിനിങ്, അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, ആഗ്രഹിക്കുന്ന രീതിയിൽ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് എക്കാലത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു ലോങ് ടേം സക്സസ് ആണ്. ഓക്കെ, ഷോർട്ട് ടേമിലേക്കല്ല വരുന്നത്. ഈ വരുന്ന മാറ്റം, ഈ വരുന്ന ബിഗിനിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിലെ ന്യൂ റിയാലിറ്റിയാണ്. ഫോർ എവർ കൈൻഡ് ഓഫ് എനർജി. മനസ്സിലായില്ലേ? അത്രയും ഒരു എന്താ പറയാ ഡ്രാസ്റ്റിക് ചേഞ്ച്. ഇപ്പോൾ ഈ സ്ട്രഗിൾസിൽ നിന്നൊക്കെ മാറി വളരെ നിങ്ങൾ എവിടെ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നു അവിടെ നിങ്ങൾ എത്തിക്കാൻ പ്രാപ്തിയുള്ള ഒരു പുതിയ തുടക്കത്തിന്റെ എല്ലാ സാധ്യതയും ഉണ്ട് ഈ ഒരു 3 മാസത്തിനുള്ളിൽ. ആ ഒരു എനർജി വളരെ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ ആക്ഷൻസ് എടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് എനർജിയിൽ നിങ്ങൾക്ക് ഇപ്പോഴേ ഓപ്പർച്യൂണിറ്റി അതിനുള്ള അവൈലബിൾ ആണ് ഈ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് എത്തിപ്പെടാനായിട്ട്. നിങ്ങളത് കണ്ടെത്തുക, അത് ആ നിങ്ങളുടെ ഗോൾസുമായി അലൈൻ ചെയ്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയുമായി മുന്നോട്ട് പോകുക. ഓക്കെ, ഇനിയും കാത്തിരുന്നാൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം ഇനിയുള്ള ഈ 3 മാസത്തെ എനർജി നമുക്ക് ലഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ ഒരു 3 മാസം കളക്റ്റീവ് നാവിഗേറ്റ് ചെയ്യേണ്ടത്? അപ്പം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് അർഹതയുള്ളത്, നിങ്ങൾക്ക് എന്താണ് അർഹത ഇല്ലാത്തത് എന്നതിന് കൃത്യമായ ധാരണ ഉണ്ടാവണം. പിന്നെ എത്രത്തോളം പോസിറ്റീവും ഒപ്റ്റിമിസ്റ്റിക്കുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ നിങ്ങളുടെ കരിയറിൽ, എന്താ പറയുക, എത്രത്തോളം ഇനി അങ്ങോട്ട് പോസിറ്റീവായിട്ടാണ് ഉണ്ടാകുക, കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കും. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് എനർജിയിലായിരിക്കുന്നു, എത്രത്തോളം ഹൈ വൈബ്രേഷണൽ എനർജിയിലായിരിക്കുന്നു, അത് നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഫോക്കസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ടെൻഷൻ അടിക്കാനും സ്ട്രെസ് ചെയ്യാനും ആൻഷ്യസ് ആവാനും ഭയപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ്സും ആൻസൈറ്റിയും ഭയവും തരുന്ന അനുഭവങ്ങളാണ് കരിയറിൽ ഇനി അങ്ങോട്ട് ഉണ്ടാകുക. സ്ട്രേറ്റ് റിഫ്ലക്ഷൻ ആണ്. നിങ്ങൾ എന്ത് എനർജിയിലായിരിക്കുന്നു അതാണ് യൂണിവേഴ്സ് നിങ്ങളുടെ കരിയറിൽ റിഫ്ലക്ട് ചെയ്യുക. അപ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ട് ഇരിക്കുക, ഹൈ വൈബ്രേഷൻ എനർജിയിലായിട്ട് ഇരിക്കുക. നിങ്ങളുടെ കരിയറിൽ ഇനി ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ മാറ്റം വരും അതാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. അതാണ് നടക്കുമെന്ന് നിങ്ങൾ എപ്പോഴും വിശ്വസിക്കേണ്ടത്. അതിലായിരിക്കണം നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ കോൺസെൻട്രേഷൻ. അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെയാ സംഭവിക്കുള്ളൂ എന്ന് വിശ്വസിക്കാം. ഓക്കെ, ഡെല്യൂഷണൽ ആകല്ലേ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ നമ്മൾ പല സമയങ്ങളിലും ഡെല്യൂഷണൽ ആകുന്നതാണ് നമ്മുടെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന റിയാലിറ്റിയിൽ നമ്മൾ എത്തിക്കുക. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്പിരിച്വാലിറ്റിയാണ്. ഇവിടെ ടൂ മച്ച് ലോജിക്കൽ സെൻസും കൊണ്ട് അല്ലെങ്കിൽ ടൂ മച്ച് ലോജിക്കൽ എന്താ പറയുക എത്തിക്സും കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ റൂൾസും കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഉത്തരമൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്കുള്ള ഒരു സ്പേസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളോട് പറയുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കണം. നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിൽ വേണം നിങ്ങൾ കരിയറിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അവിടെ ഒരു ഓക്കെ ഞാൻ ചെയ്തത് കറക്റ്റാണ് എന്നൊരു തോന്നൽ ഉണ്ടായിരിക്കണം. ഒരിക്കലും മറ്റാരുടെ ഇത് കേട്ടിട്ടും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരാത്ത, നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം പോലും നിങ്ങൾ കരിയറിൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ പേഷ്യൻ്റ് ആയിരിക്കാം.
പേഷ്യൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഇവിടെ ഒരു പേഷ്യൻസ് കാണിക്കേണ്ട സമയമാണ്. അപ്പൊ ഈ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് മാറണം, പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ആണ്, പെട്ടെന്ന് ഉയർച്ചയിലെത്തണം അല്ല. അതിനൊക്കെ ഒരു ഗ്രാജുവൽ ടൈം ഉണ്ട്. ഒരു ഗ്രാജുവൽ ആണത് സംഭവിക്കുക. നിങ്ങൾ ആ പുതിയ ബിഗിനിങ്ങിൽ എത്തുമ്പോൾ ആ ബിഗിനിങ്ങിലായിരിക്കുക, ആ ഒരു തുടക്കത്തിനെ നിങ്ങൾ ആസ്വദിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഉയരങ്ങളിലേക്ക് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന വിശ്വാസത്തിൽ നിങ്ങൾ അത്രയും സന്തോഷത്തോടെ അത്രയും ഗ്രേറ്റ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആ ഒരു പേഷ്യൻസ് ഡെഫിനറ്റ്ലി കാണിക്കേണ്ട സമയമാണ്. പിന്നെ കഴിഞ്ഞു പോയ നിങ്ങൾക്ക് ഈ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് കടക്കുമ്പോൾ ഡെഫിനറ്റ്ലി കഴിഞ്ഞു പോയ കാലത്തെ ചില കാര്യങ്ങൾ ഓർമ്മ വരാനും അല്ലെങ്കിൽ ചിലരത് ഓർമ്മപ്പെടുത്താനും സാധ്യതയുണ്ട്. നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ. അത്തരം കാര്യങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ഓക്കെ, കഴിഞ്ഞു പോയതാണ്. ആ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നതാണ്. അതിനെക്കുറിച്ച് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ചിന്തിക്കാതിരിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്യൂൺ ഓഫ് സോർട്സ് ആണ്. ക്യൂൺ ഓഫ് സോർട്സിൽ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ബൗണ്ടറീസ് ഉണ്ടായിരിക്കണം. ആളുകളുമായിട്ട് ഒരു സ്ട്രോങ് ബൗണ്ടറി ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും ടൂ മച്ച് ഇമോഷണൽ, ടൂ മച്ച് സെന്റിമെന്റ്സ് കരിയർ സ്പേസിൽ കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, എത്ര ഒരു കുടുംബമാണെന്ന് പറയുന്നത് നിങ്ങളൊരു കുടുംബമല്ല, നിങ്ങൾ കൊളീഗ്സ് ആണ്. നിങ്ങളവിടെ വർക്ക് ചെയ്യാൻ വരുന്നു, വർക്ക് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാം ഡെഫിനറ്റ്ലി, പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പിലും ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം. കണ്ണടച്ച് എല്ലാവരും വിശ്വസിക്കുക, കണ്ണടച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾസ്, നിങ്ങൾ എടുക്കുന്ന സ്റ്റെപ്സ്, ഇതൊന്നും അത് വേണ്ട. അങ്ങനെ ഷെയർ ചെയ്യുന്ന ഓവർ ഷെയറിങ് പാടില്ല. നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ അതിന് ഉയരങ്ങളിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ അതിൽ അസൂയപ്പെടുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടാതിരിക്കണം എന്ന് ആ ഒരു ഇന്റൻഷൻ വെച്ചുകൊണ്ട് എന്താ പറയാ, അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാകാം. ഓക്കെ, ചിലപ്പോൾ അവർ വളരെ ഒരു സുഹൃത്തിന്റെ മുഖംമൂടി അണിഞ്ഞൊക്കെ ആവും വരിക. അപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ആ ഗട്ട് ഫീലിംഗ്, ചില ആളുകളെ കാണുമ്പോൾ ഇവരടുപ്പിക്കരുത് എന്ന് തോന്നിയാൽ അടുപ്പിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അടുപ്പിക്കാൻ പാടില്ല. അതത്ര തന്നെ. എല്ലാവരെയും ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിർത്തുക. പിന്നെ നിങ്ങൾക്ക് പ്രൈവസി വേണ്ടുന്ന കാര്യങ്ങൾ ആ പ്രൈവസി കീപ്പ് ചെയ്യുക. ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആരോടെങ്കിലും പറയണം, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ വല്ല ബുക്കിൽ എഴുതി വെക്കും. ഓക്കെ, ബുക്കിൽ എഴുതി വെക്കുക. അപ്പൊ നിങ്ങളൊരു ആരെങ്കിലും നിങ്ങൾക്ക് യൂണിവേഴ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് യൂണിവേഴ്സിനോട് പറയാം. സേഫസ്റ്റ് ഓപ്ഷൻ. മനസ്സിലായില്ലേ? വേറൊരു നിങ്ങളുടെ ജോലി സ്പേസിലുള്ള ഒരാളുമായിട്ട് ഇതൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരാളായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാം. അത്രയും നിങ്ങൾക്ക് ഒരാളുടെ സപ്പോർട്ട് വേണമെങ്കിൽ മാത്രം അതിന് പോവുക, അല്ലെങ്കിൽ എല്ലാം നിങ്ങൾ സ്വയം ചെയ്യുക. പിന്നെ നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്താ പറയാ, കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ ഇന്നതാണ് ഉദ്ദേശിച്ചത്, അങ്ങനെ പിന്നീട് സംസാരിക്കാൻ ഒരു അവസ്ഥ വരുത്തരുത്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നിങ്ങളുടെ ഇന്റൻഷൻ ഇന്നതാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ മനസ്സിലായോ? നാളെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ നേർക്ക് വരാൻ ഇടവരുന്നത്. അത്രയും ട്രാൻസ്പെറന്റ് ആയിരിക്കണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡിസിഷൻസ് എടുക്കുമ്പോൾ അൺബയാസ്ഡ് ആകുക. ഓക്കെ, ബയാസ്ഡ് ആവരുത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തികൾ ഇൻവോൾവ് ആണ്, അതിലൊരാള് നിങ്ങൾക്കൊരു സോഫ്റ്റ് കോർണർ ഉള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അടുപ്പുള്ളതാകുമ്പോൾ അയാൾക്ക് ഫേവറബിൾ ആയിട്ട് ഡിസിഷൻ എടുക്കണം എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്, മനുഷ്യന്മാരാണ്. ഓക്കെ, കുറച്ചൊരു ബയാസ്ഡ് ആകാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ആകരുത്. നിങ്ങൾ അത്രയും നിങ്ങളുടെ മനസ്സിനെ എന്താ പറയുക, കൺട്രോൾ ചെയ്യുക. അൺബയാസ്ഡ് ആയിട്ട് വേണം നിങ്ങൾ ഏതൊരു സമയത്തും ഏതൊരു സിറ്റുവേഷനിലായിരിക്കാൻ വേണ്ടിയിട്ട്. ആ സിറ്റുവേഷനിൽ ന്യായമായ കാര്യം, ആ സിറ്റുവേഷനിൽ ന്യായമായ തീരുമാനം, ആ ഒരു സിറ്റുവേഷനെ കൺസിഡർ ചെയ്യുക, ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുക. അത് ഏതാണ് ന്യായം, ഏതാണ് ഫെയർനെസ്, ആ ഫെയർനെസിന്റെ കൂടെ നിങ്ങൾ നിൽക്കണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി ഈ ഒരു കരിയറിൽ ഉണ്ടാകുന്ന മാറ്റവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ക്ലൂസ് ആണ് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കണേ നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ഇനീഷ്യൽസ് വരുന്നുണ്ടെങ്കിൽ ആ ഇനീഷ്യൽസിനോടൊന്ന് നോട്ട് ചെയ്യണം. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഇനീഷ്യൽസ്, ഡേറ്റ് കിട്ടുന്നത്, പിന്നെ വീക്ക് ഡേയ്സ് കിട്ടുന്നത്, അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 3യുടെ കരിയറിൽ എന്ത് സംഭവിക്കുന്നു, ഇനി 3 മാസത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കും, ഇതിനൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള എനർജി റീഡും പ്ലസ് ഗൈഡൻസും ആണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അവരെ സഹായിക്കുന്ന, അവരെ കരിയറിൽ ഇപ്പോൾ സഹായിക്കുന്ന, ഇനിയുള്ള 3 മാസം സഹായിക്കുന്ന തരത്തിലുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ് യൂണിവേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുക.
മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്ലൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. 4th, 7th, 13th, 15th. ഓക്കെ, ഇതാണ് ഡേറ്റ്സ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഡി എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ കിട്ടിയിട്ടുണ്ട്. ജൂലൈ മന്ത്. അപ്പം ഞാൻ ഏപ്രിലാണ് ഇപ്പോൾ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ മെയ്, ജൂൺ, ജൂലൈ വരുന്നതാണ് ജൂലൈ മന്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കരിയർലി അഡ്വാൻസിൻ്റെ ഒക്കെ ഒരു പീക്ക് ആ സമയത്താവും നടക്കുക. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ളത് ലിബ്ര, പൈസിസ്. നിങ്ങൾക്ക് ലിബ്ര, പൈസിസ് പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ റീഡിംഗ് കാണുന്ന സമയം എന്ന് പറയുന്നത് ഇതൊരു ടൈംലെസ് ഗൈഡൻസ് ആണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഏപ്രിലിൽ തന്നെ ആയിരിക്കണം എന്നില്ല റീഡിംഗ് കാണുക. അപ്പോൾ ഇത് ലിബ്ര സീസണിലോ പൈസിസ് സീസണിലോ ഒക്കെയാണ് കാണുന്നതെങ്കിൽ അത് ഒരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. ഓക്കെ, പിന്നെ ഡി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ആയിരിക്കാം. അഗെയിൻ അനദർ കൺഫർമേഷൻ, അനദർ ക്ലൂ. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് നിങ്ങളുടെ കരിയറിൽ ഇപ്പോഴും ഇനിയുള്ള 3 മാസത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ അത് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് വാട്സപ്പ് നമ്പറിൽ കോൾ ചെയ്യാതിരിക്കാം. കോളുകൾ സ്വീകരിക്കുന്നതല്ല. ഓക്കെ, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ അയക്കാം. പക്ഷേ കോൾസ് ഒരിക്കലും സ്വീകരിക്കില്ല. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരെയാണ്. താങ്ക് യു.